സുരാജ് ചേട്ടൻ്റെ എക്സ്ട്രാ ഡീസൻ്റ് എന്നുള്ള സിനിമ കാണാൻ വേണ്ടി വനിത സ്ക്രീൻ 4 വന്നിരിക്കുകയാണ്. ED എക്സ്ട്രാ ഡീസൻ്റ്, ഡയറക്റ്റഡ് ബൈ ആമിർ പള്ളിക്കൽ. ഇതിനു മുന്നേ പുള്ളി ഡയറക്റ്റ് ചെയ്ത സിനിമ മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടുള്ള ഐഷ എന്നുള്ള സിനിമയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു വലിയ സ്റ്റാർ കാസ്റ്റിംഗ് ഉണ്ട്. സുരാജ് ചേട്ടൻ, സുധീർ കരമന, പിന്നെ നമ്മുടെ മൺചിത്രത്താഴിലുള്ള നടി, പുള്ളിക്കാരുടെ പേരൊന്നും നോക്കട്ടെ, മറന്നു പെട്ടെന്ന്, വിനയ് പ്രസാദ്, പിന്നെ റാഫി, ഗ്രേസ് ആൻ്റണി, ശ്യാം മോഹൻ, നമ്മുടെ ജസ്റ്റ് കിഡിങ് പ്രേമലൂല മച്ചാൻ. ഞാനിവരുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആകെ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ 2 പേരുടെ മുഖം കണ്ടിട്ടാണ് ഞാൻ കാണാൻ പോകാൻ തീരുമാനിച്ചത്. ഒന്ന് ശ്യാമിൻ്റെ, ജസ്റ്റ് കിഡിങ് മച്ചാൻ്റെയും സുരാജേട്ടൻ്റെ. സുരാജേട്ടനെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാക്സിമം പടം ഞാൻ പോയി കാണാറുണ്ട്. അപ്പോൾ ഇതൊരു കോമഡി സിനിമ ആയിരിക്കും പറഞ്ഞ് കാണാൻ പോയ ഞാനാണ്. പക്ഷേ ഇത് ചെന്നപ്പോഴേക്കും ഒരു മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ടൈപ്പ് പടം. കോമഡി ഉണ്ട്, പക്ഷേ ഡാർക്ക് ഹ്യൂമറാണ്, കട്ട ഡാർക്ക് പടമാണ്. നായകൻ ഒരു മെനകെട്ടവനാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് പടം. ഇതെല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. മുകുന്ദൻ ഉണ്ണിയൊക്കെ കണ്ടിട്ട് ആകെ ഭ്രാന്ത് പിടിച്ചവർക്ക് ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തോ പോലെ തോന്നും. പക്ഷേ എനിക്ക് മുകുന്ദൻ ഉണ്ണി ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. എനിക്ക് പൊതുവെ അങ്ങനെയുള്ള എല്ലാ സിനിമകളും ഭയങ്കര ഇഷ്ടമാണ്. നായകൻ അത്ര വെടിപ്പല്ലാത്ത നായകൻ എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റിൽ വരുന്ന, അത് നായകനായാലും ശരി നായികയായാലും ശരി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു റോനസ്, ആൾക്കാരിലുള്ള എല്ലാ ഡിഫക്ട്സും, ക്രുക്കഡായിട്ടുള്ള ടൈപ്പ് മെയിൻ സെൻട്രൽ ക്യാരക്ടേഴ്സ് വരുന്ന സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഒരുപാട് സ്ഥലത്ത് എനിക്ക് ചിരി വന്നു. ഒരുപാട് സ്ഥലത്ത് ഞാൻ ഭയങ്കരമായിട്ടുള്ള ക്ലീഷേ ബ്രേക്കിംഗ് കണ്ടു പലയിടങ്ങളിലും. ഈ സിനിമ ഒരു ടിപ്പിക്കൽ മലയാളം സിനിമയല്ല. ഇത് ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ വരുന്ന പോലത്തെ ടൈപ്പ് ഒരു ഡാർക്കായിട്ടുള്ള ഒരു ഹ്യൂമറസ് ടൈപ്പ് പടമാണ്. ഇപ്പോൾ ഈ ഡൽഹി ബെല്ലിയൊക്കെ കാണുന്ന ടൈപ്പ് അവസ്ഥയാണ് ഈ സിനിമ കാണുമ്പോൾ. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷെ എന്നാൽ ഡൽഹി ബെല്ലി പോലെയല്ല, എന്നാൽ മുകുന്ദൻ ഉണ്ണി പോലെയല്ല. പക്ഷേ ഇതിനൊരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉണ്ട്. പക്ഷേ ഇതിലെല്ലാത്തിലുള്ള കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നായിക അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ അത്ര നല്ല സ്വഭാവമുള്ള ഒരാൾ, ആ ടൈപ്പ് സംഭവമല്ല. ഭയങ്കര ക്രുക്കഡായിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. ഈ റെഫറൻസ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും കുറച്ച് പേർക്കെങ്കിലും. ഞാൻ ഒന്നും പ്രത്യേകിച്ച് കൂടുതൽ പറയുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു ടൈപ്പ് പടമാണ്. അപ്പോൾ നൈറ്റ് ക്രോളർ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ജേക്ക് ജില്ലൻഹെൽ വെറുതെ പൊളിച്ചടിക്കിയ പടമാണ്. ഇതും എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ദിസ് ഈസ് നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ. പക്ഷേ ഈ ചായ ഞാൻ നല്ല അസലായിട്ട് ആസ്വദിച്ചാണ് കുടിച്ചത്. എനിക്കിഷ്ടപ്പെട്ടു ഈ സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. നല്ല ഫൺ പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എത്ര മണിക്കൂർ ഉണ്ടായിരുന്നെന്നല്ല ഞാൻ മറന്നുപോയി. ഈ സിനിമ ഞാൻ കണ്ടു തുടങ്ങി അവസാനിപ്പിച്ചപ്പോഴേക്കും ഞാൻ അതിനകത്ത് മുഴുകിയിരിക്കുന്നതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു തരി പോലും ബോറടിക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇതിൻ്റെ ഒരു റൺ ടൈം നോക്കട്ടെ, 2 മണിക്കൂർ 2 മിനിറ്റ്. വെറുതെ ഇല്ല, ഒരു തരി പോലും ബോറടിച്ചില്ല. ഈ സിനിമ കണ്ടതിന് ശേഷം ഞാൻ പൊതുവേ ഓടി തിയേറ്ററിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളാണ്. ഞങ്ങൾ പക്ഷേ അവിടെ കുറേ നേരം ഞാനും ഉണ്ണിയും വനിതയുടെ ഓണറായിട്ടുള്ള നിൻഡോ ചേട്ടനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആഷ്ബെല്ലും അങ്ങനെ കുറേ ആൾക്കാരും, പിന്നെ നമ്മുടെ കുറേ ചങ്ക് സബ്സ്ക്രൈബേഴ്സും നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ രാവിലെ കണ്ട മാർക്കോയെ പറ്റിയും ഈ സിനിമയെ പറ്റിയൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അത് കുറേ നേരം സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ചില്ലായിട്ട് ആണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസമുള്ളൊരു പടം. പക്ഷേ എനിക്ക് ഒറ്റ സങ്കടമുള്ളൂ, ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ റൈഫിൾ ക്ലബ്ബും ഇന്നത്തെ മാർക്കോയുടെ എഫക്റ്റിൽ ഈ സിനിമ ഇതിൽ മുങ്ങിപ്പോകുമോ എന്നുള്ള എനിക്കൊരു പേടിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇതുപോലൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ആവേശം ഇറങ്ങിയ ദിവസം തന്നെയാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ പ്രേമല്ലു ഇറങ്ങിയ ആവേശം ഇറങ്ങിയ അതേ ദിവസം തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് ഇതും ഇറങ്ങി തോന്നുന്നുണ്ട്, നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്തിനും ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. കുറേ സിനിമകൾ അടുപ്പിച്ചിറങ്ങിയതിൻ്റെ കൂട്ടത്തിലാണ് അന്വേഷണം കണ്ടെത്തിന് ഇറങ്ങിയത്. ആ സിനിമയ്ക്ക് വേണ്ടത്ര ഒരു റെക്കഗ്നേഷൻ കിട്ടാതെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഒരു ടിക്കറ്റ് എടുത്തിട്ട് 2 സിനിമ കണ്ട എഫക്റ്റ് ആയിരുന്നു എനിക്ക് ആ പടം കണ്ടപ്പോൾ. ഫസ്റ്റ് ഹാഫ് ഒരു മികച്ച അന്വേഷണം, സെക്കൻഡ് ഹാഫ് മറ്റൊരു മികച്ച അന്വേഷണം. ആ രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 2 സസ്പെൻസായിരുന്നു. അപ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് 2 കിടിലൻ സസ്പെൻസ് പടം കണ്ട് ഒരു ഫീൽ തന്നൊരു സിനിമയായിരുന്നു അന്വേഷണം കണ്ടെത്താൻ. കുറേ പേര് അത് OTT വന്നപ്പോഴേക്കും ഭയങ്കര അഭിപ്രായമൊക്കെ പറഞ്ഞ് 30 കോടി രൂപ എന്തുകൊണ്ടും തിയേറ്ററിൽ കളക്ട് ചെയ്ത്, എന്നാലും ഇറ്റ് ഡിസേർവ്ഡ് മോർ എന്നുള്ള തോന്നിയ ടൈപ്പ് ഒരു സിനിമയായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് ഇതിനകത്ത് അടിക്കുന്നുണ്ട്. ദൈവം ഈ പടം അങ്ങനെ ആരെങ്കിലും കാണാതെ പോകുമോ അങ്ങനെയൊക്കെ എനിക്കൊരു വറിയുണ്ട്. കാരണം ഈ സിനിമ
അത്ര അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു 30 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്, ഫസ്റ്റ് ഡേ ആയിട്ട് കൂടി. അപ്പോൾ അതെനിക്കൊരു ചെറിയ സങ്കടം തോന്നി, കാരണം ഇത് വെറൈറ്റി പടമാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുകയാണ്, ഇതെല്ലാവർക്കും ദഹിക്കണമെന്നില്ല. പക്ഷേ കുറേ പേർക്ക് ഈ മൂന്നിനുണ്ണി കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിലർക്ക് കുരുപൊളി ഞാനുണ്ടായിരുന്നു, കുറേ പേർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഇതെന്ത് പാടോട്, ഇതൊരു നെഗറ്റീവ് ഇമ്പ്രഷൻ അല്ല, ഇത് നെഗറ്റീവ് മെസ്സേജ് അല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ് മൂന്നിനുണ്ണി. അഭിനവ് സുന്ദർ നായകൻ്റെ ഗംഭീര വർക്കായിട്ട് തോന്നിയൊരു പടമാണ് എനിക്കത്. അതേപോലെ തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഈ സിനിമ തോന്നിയിരിക്കുന്നത്. എന്തായാലും ഈ ഡയറക്ടറിൻ്റെ മുന്നത്തെ സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് വേ ബെറ്റർ ആൻഡ് ദിസ് ഇസ് ആക്ച്വലി വെരി ഗുഡ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, നല്ല പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഇക്കൊല്ലം ഐ ആം വെരി ഹാപ്പി, കാരണം 2024 മലയാളം സിനിമ ഇസ് ലൈക്ക് ഗോയിങ് പ്ലേസസ് മാൻ. വേറെ ഏത് ഇൻഡസ്ട്രിയേക്കാളും മുകളിലാണ് ഇക്കൊല്ലം മലയാള സിനിമ നിൽക്കുന്നത്. അതിലേക്ക് വീണ്ടും ഇതേ ഈ ആഴ്ച 3 സിനിമകൾ കൂടി, എൻ്റെ അഭിപ്രായത്തിൽ 3 സിനിമകൾ കൂടി. ഇന്നലത്തെ റൈഫിൾ ക്ലബ് ആയിക്കോട്ടെ, അത് ഇടിയില്ല വെടി മാത്രം. മാർക്കോണെങ്കിൽ ഇടി വെടി സ്വാഗ് വയലൻസിൻ്റെ അപ്പം കളി വേറൊരു ലെവലായിരുന്നു സെക്കൻഡ് ഹാഫ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതൊക്കെ ലിങ്ക് ചെയ്തേക്കാം, കണ്ടു നോക്കാം ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട്. ഇപ്പോൾ ദേ ഒരു ഡാർക്ക് ഹ്യൂമറായിട്ടുള്ള ഒരു സിനിമ ED എക്സ്ട്രാ ഡീസൻറ്റ്. സിനിമ തീരുന്നത് ED എന്ന് തന്നെ എഴുതി കാണിച്ചിട്ടാണ്, പക്ഷെ അപ്പോൾ ഒരു വേറൊരു അർത്ഥം വരും. അത് വെറുതെ കിണ്ണം കാച്ചി സാധനമാണ്. അപ്പോഴേക്കും നമുക്ക് അതെന്തുകൊണ്ട് ആ ഒരു പേര് മാറ്റം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചേഞ്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റെവലേഷൻ എന്തുകൊണ്ടെന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ലാസ്റ്റ് ED എന്നുള്ളത് സിനിമ തുടങ്ങുമ്പോൾ ED എന്നുള്ള എക്സ്ട്രാ ഡീസൻ്റ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ED എന്നത് വേറൊരു അർത്ഥത്തിലാണ്, വേറൊരു കാര്യമാണ് പറഞ്ഞത്. അതൊരു സ്പോയിലറായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും രസം വരുന്നുണ്ട്, കിടിലം പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് വർക്കായി, എനിക്ക് നല്ല പടമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അടിപൊളി വാച്ചായിരുന്നു ഇൻ തിയേറ്റേഴ്സ്. വനിത സ്ക്രീൻ 4 ഞാൻ കണ്ടത്, DTS Xലാണ് കണ്ടത്. IAB കണ്ടൻറ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. DTS X കണ്ടൻറ്റ് ഇപ്പോൾ വരുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് അവിടെ തിയേറ്റർ സെറ്റപ്പ് ചെയ്യുന്ന ടൈമിൽ DTS X കോണ്ടൻറ്റ് കുറച്ച് കാണാനും കേൾക്കാനും ഭാഗ്യമുണ്ടായി. അന്ന് വിക്രം നമ്മുടെ തമിഴ് സിനിമ ഉണ്ടല്ലോ, ലോകേഷിൻ്റെ വിക്രം അവിടെ അന്ന് പ്ലേ ചെയ്താണ് അവർ ടെസ്റ്റ് ചെയ്ത്. ആ സമയത്ത് അത് അവിടെ സ്പീക്കർ സെറ്റപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഞാനവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആ ഒരു ഇൻ്റർവൽ ബ്ലോക്ക് ഉണ്ടല്ലോ, മറ്റേ കല്യാണ സീൻ, നമ്മുടെ മറ്റേ യൂട്യൂബേഴ്സ്, തമിഴ് യൂട്യൂബേഴ്സ് അവർ മറ്റേ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങിയത് തൊട്ട് കമലഹാസൻ മാസ്ക് ഊരി ബൈക്ക് ഓടിച്ച് പോകുന്ന സീൻ വരെയുള്ള സീൻ ഞാൻ കണ്ടിരുന്നു. അത് അടിപൊളി, ഭയങ്കര രസമായിരുന്നു കേട്ടോ, DTS X മിക്സ്. അപ്പോൾ അതുപോലെ DTS X മിക്സിൽ ഒരു പടം കാണാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നു. ഇതെന്തായാലും IAB കോണ്ടൻ്റാണ്, ഇത് 4K 5.1 IAB ആണ് ഇതിൻ്റെ DCP വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറ്റ്മോസ് ഉള്ള ഒരു ലേസർ തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. 4K ലേസർ വിത്ത് ഡോൾബി അറ്റ്മോസ് തിയേറ്റർ കാണാൻ നോക്കുക, നല്ല രസമായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഓർ 11.1 ഉള്ളതോ അല്ലെങ്കിൽ നമ്മുടെ DTS X ഉള്ള തിയേറ്ററിൽ കണ്ടാലും മതി. കാരണം ഇതെല്ലാം സ്പേഷ്യൽ സൗണ്ടാണ്. അപ്പോൾ ഇമേഴ്സീവ് സൗണ്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടു വയ്ക്കാൻ മതി. ഇതിലേത് ഫോർമാറ്റിൽ ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നല്ല സിനിമയാണ്, നല്ല പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ എങ്ങനെയാണെന്ന് പറയാം. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, നോട്ട് എവരി ഡേ ഈസ് കപ്പ് ഓഫ് ടീ. അപ്പോൾ മാർക്കോട എൻ്റെ അഭിപ്രായവും റൈഫിൾ ക്ലബിൻ്റെ എൻ്റെ അഭിപ്രായവും ഞാൻ താഴെ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം, പിൻകമൻറ്റിലും ഇട്ടേക്കാം. ഇനി വിടുതലൈ 2 കാണാനുണ്ട്, ഉപ്പിയുടെ UI എന്ന് പറഞ്ഞ സിനിമ കാണാനുണ്ട്. മോസ്റ്റ് പ്രോബ്ലി ഇന്ന് ഞാൻ അത് കാണാൻ പോകും. വിടുതലൈ കാണാനുണ്ട്, IMAXലും PXLലും മുഫാസ ലയൺ കിങ് കൂടെ കാണാനുണ്ട്. അത് പിന്നെ അവിടെ ഉണ്ടാവുന്നേ, അപ്പോൾ നമുക്ക് നൈസായിട്ട് പതിയെ കാണാമല്ലോ. അതുകൊണ്ട് ഞാൻ അത് ഡിലേ ചെയ്താൽ വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ ഇന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അനുപേനെ അമ്മേനെ കൂടെ കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നാളെ അത് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് വലിയൊരു വിജയത്തിൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ ഞാൻ മുഫാസ ദ ലയൺ കിങ്ങിൻ്റെ IMAXൻ്റെ പ്രൈസ് വളരെ കൂടുതലാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞപ്പോഴേക്കും ഇന്ന് അവരത് ഹിന്ദി 380 റുപ്പീസ് ആക്കുകയും നാളെ ഇംഗ്ലീഷും ഹിന്ദി എല്ലാം ടിക്കറ്റ് പ്രൈസ് റെഡ്യൂസ് ചെയ്ത് 380 ആക്കിയിട്ടുണ്ട്. ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച് സിനിപോളിസ് ഫോർ ലിസണിങ് ടു കസ്റ്റമേഴ്സ്. താങ്ക് യു സോ മച്ച്, അതെനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അതൊരു വാല്യൂ ഫോർ മണി ടിക്കറ്റ് പ്രൈസിങ് ആയി മാറി. ഇങ്ങനെ വാല്യൂ ഫോർ മണി ആക്കി കൊടുത്താലല്ലേ എല്ലാവർക്കും വന്ന് സിനിമകളൊക്കെ കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ നാളെ എൻ്റെ ഫാമിലി ഒത്തു IMAXൽ പോയി മുഫാസ ലയൺ കിങ് 3D കാണുന്നുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. PXLലും പോയി ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു കമ്പാരിസൺ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ. എന്തായാലും ഈ സിനിമയുടെ അഭിപ്രായം ഇതാണ്. ബൈ ബൈ.